പ്രിയമുള്ളവരെ, പ്രഭാതമനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്കെല്ലാം മുൻവിധിയുടെ ആശാന്മാരാണ് നമ്മളെല്ലാവരും. കാരണം ഇന്നലെ ഒരു സംഭവം നെഗറ്റീവായി നടന്നല്ലേ പരാജയപ്പെട്ടാൽ പിന്നെ എന്നേക്കുമായിട്ട് അതവിടെ എന്നും അങ്ങനെ ആവാനൊന്നും സാധ്യതയില്ല. അത് വീണ്ടും ചെയ്തു നോക്കണം. ചില സമയം ഇന്ന് ചെയ്യുമ്പോഴേ അത് പുതിയൊരു മാനത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധ്യതയുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് മുൻവിധിയോടുകൂടെ ക്ലോസ് ചെയ്യാണ്, ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. ഒരേ സംഗതി തന്നെ പലതവണ നമ്മൾ ആവർത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വിജയിക്കാതിരിക്കാൻ പറ്റില്ല. ഈ മുൻവിധിയോടുകൂടിയാണ് പല രോഗങ്ങളും നമുക്ക് വർദ്ധിക്കുന്നത്. നമുക്കറിയാം, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി അതിനെ പെരുപ്പിക്കും. ഇങ്ങനെ നമ്മളെ മൈൻഡ് നമ്മളിങ്ങനെ കൊണ്ടുപോകാം, ചിതൽപുറ്റിനെ പർവ്വതാക്കി മാറ്റും പോലെ. അപ്പോൾ മുൻവിധിയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പ്രവർത്തിച്ച് നോക്കുക. നമുക്കറിയില്ല അതിൻ്റെ ഫലം എന്തായിരിക്കും. അത് നമുക്ക് അജ്ഞാതമാണ്, അപ്രവചനീയമാണ്. ഇപ്പോൾ നമുക്കറിയാം, വേൾഡ് കപ്പിലൊക്കെ കളിക്കുമ്പോൾ രണ്ട് ടീമും ആഗ്രഹിക്കുന്ന വിജയിക്കാനാണ്. പക്ഷേ അവിടെ ലാസ്റ്റ് ഫൈനലായിട്ട് എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് അതിൻ്റെ പരിസമാപ്തി, എത്ര ഗോള് ഓരോ ടീമും അടിക്കും, ആരാണ് ഏതോ ഒരു പാർട്ടി പരാജയപ്പെടണമല്ലോ, അപ്പോഴല്ലേ ഗെയിമാവും. അപ്പോൾ അതാണ് മുൻവിധിയില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുഴുവൻ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മളാൽ 100% തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തനിയെ സംഭവിക്കും. അതിൻ്റെ 100% ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, സാധാരണ വെള്ളം 100 ഡിഗ്രി ചൂടായാൽ പിന്നെ അത് മേൽപോട്ട് പൊങ്ങും. 99 ഒരിക്കലും പൊങ്ങില്ല. അപ്പോൾ 100 ഡിഗ്രി ചൂടാക്കണം വെള്ളം, അപ്പോൾ മാത്രമേ അത് മേൽപോട്ടേക്ക് നീരാവിയായി പോവുകയുള്ളൂ. ഇത് നമുക്കെല്ലാം അറിയാം. അതുപോലെ നമ്മുടെ പ്രവർത്തനവും 100% ഓക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് അപ്രവചനീയമാണ്. അതൊരു ദൈവാനുഗ്രഹം കൂടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് അജ്ഞാതമാണ്. നമുക്കറിയാം, എല്ലാവരും പ്രവർത്തിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഏത് മേഖലയിലായാലും, ബിസിനസ്സിലായാലും സ്പോർട്സിലായാലും കലാരംഗത്തായാലും. ഇപ്പോൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ അവർ ദൈവികമായി ധാരാളം പ്രാർത്ഥിച്ചും പൂജയൊക്കെ നടത്തി ചെയ്യുന്ന കാരണം നമുക്കറിയില്ല. ഇത് ഈ എത്രയും കോടികൾ രൂപ മുടക്കി ഒരു ഫിലിമൊക്കെ വരണമെങ്കിൽ എത്രയോ പേരുടെ കഠിനാധ്വാനം ഉണ്ടാകില്ല. അത് വിജയിക്കണ്ടേ? എത്രയോ സിനിമ നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ മഹാനടന്മാരൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ ആൾക്കാർ കാണാതില്ല. അത് നമുക്കറിയില്ല, അജ്ഞാതമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെല്ലാം അത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പ്രവർത്തിച്ചതായിരിക്കാം. പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അതൊരു ഗിഫ്റ്റാണ്, ഒരു ബ്ലെസ്സിങ് ആണ്, ദൈവാനുഗ്രഹമായിട്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുക നന്നായി, അതിൻ്റെ ഫലം ദൈവീകമായി സംഭവിക്കട്ടെ. അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ പ്രവർത്തനം 100% ആത്മാർത്ഥമായി, സത്യസന്ധമായി, താല്പര്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ചെയ്തു തീർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിർവൃതി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.